മുഹമ്മദിന് കൊടുത്തത് ചുരിദാറാണോ? നിസാര എന്താ പറയാ, ഒരു ഈ മനുഷ്യനെയൊക്കെ ചുരിദാറിനോട് പോലും ഉപമിക്കരുത്. ദയവ് ചെയ്തു ഒരു സ്ത്രീ എടോ, ഞാൻ എനിക്കിഷ്ടമുള്ള എന്റെ കയ്യിൽ പൈസ എത്രയുണ്ടോ അതിനനുസരിച്ച് ഞാൻ എടുക്കും. ഇപ്പൊ 100 എടുക്കണം എന്ന് എനിക്ക് തോന്നിയ 100 എടുത്തിരിക്കും. മനസ്സിലായോ? 100 ചുരിദാർ എനിക്ക് എടുക്കണം എന്ന് തോന്നിയാൽ ഞാൻ 100 ചുരിദാർ എടുത്തിരിക്കും. എന്തോരം കാശുള്ള ടീമാണ്. അതെ അതെ, എനിക്ക് കാശുണ്ട്. എന്റെ കാശിന്റെ കണക്കൊന്നും വീരു എടുക്കാൻ നിൽക്കണ്ട. കട മൊത്തം മേടിക്കാൻ അത് ആരോടെ പറയണേ ചേച്ചി? ആ കട മൊത്തം ചേച്ചി കണ്ട കട ഓളാടെ നിക്കട്ട് ഓം പൊക്കോട്ടെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഓളാടെ നിക്കട്ടെ. അത് ഞങ്ങൾ അനുവദിക്കുന്ന ദാനമെന്നാ പറയുന്നത്. കാരണം ഈ ജോസഫ് മാഷിന്റെ കൈ എതിർ ദിശയിൽ നിന്ന് വെട്ടിയപ്പോഴ് അവര് ദാനം ചെയ്തായിരുന്നു. എന്തോ ജോസഫ് മാഷിന്റെ കൈ വെട്ടി അവിടെ രക്തം ഒഴുകി കിടക്കുമ്പോൾ ഇവര് ഈ രക്തം ദാനം ചെയ്തു. ബാംഗ്ലൂരില് ഏതോ ഒരു ഗ്രാമത്തില് ഒരു മന്ത്രിയുടെ വീട് അടിച്ച് പൊളിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിന് അവർ കാവൽ നിന്നു. ഇവർ ഭയങ്കര കാവൽ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അന്ന് 200-ൽ പരം വണ്ടികളെ അവർ കത്തിച്ചിരുന്നു. കാരണം മുഹമ്മദിനെ കുറിച്ചോ അവിടെ ഗ്രന്ഥത്തിലുള്ളത് എന്തോ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഈ മന്ത്രിയുടെ മകൻ ഇട്ടിരുന്നു. അതാണ് കാരണം. അവർ ഭയങ്കര ഇതാണ് കേട്ടോ. അവര് കനിവുള്ളവരാണ്. എന്താണ് ഒന്നുകൂടെ ഞാൻ പറയാം. ചില ഇസ്ലാം കൂട്ടുകാർ പറയുന്ന ന്യായം ഭയങ്കര രസമാണ്. അനാഥയായ യുവതിക്ക് ജീവിതം കൊടുത്തത് തെറ്റാണോ എന്ന്, സഭയെ അനാഥമാക്കിയത് ആരാണ് എന്ന്, എങ്ങനെയാണ് സഭയെ അനാഥമായത്? ഓരോരോ ന്യായീകരണങ്ങളുമായിട്ടാണ് ഈ കൂട്ടുകാർ വരുന്നത്. നമ്മുടെ ഇതേ റൂമിലും വന്നിട്ടുണ്ടായിരുന്നു. ബുക്കാരി 59-523 ഏതാ ഈ സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. 521, 524, പിന്നെ സൂറ 4 അല്ലല്ല ഹദീസ് 4, 52, 1, 43, 7, 65, 336 ഇതൊക്കെ വായിച്ചു നോക്കിയാൽ രസകരമായ സഭയുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ബുക്കാരി നല്ല അതിനെ ഭംഗിയായി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത്. ഇനി നല്ല ഉപദേശങ്ങൾ മുഹമ്മദ് കൊടുത്തിട്ടുണ്ട്. യസ്ബദറെ കേൾക്കുന്നുണ്ടോ? യസ്ബദറെ തിരക്കാണോ? തിരക്കാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ വിളിക്കത്തില്ല. ഓക്കെ, ഇയർഫോൺ വെച്ച് ദൂരെ നിന്ന് കേൾക്കുന്നവരുണ്ട്. ഞാൻ പലപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ അതെ 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 തിരക്കാണോ? വീഡിയോനെടുക്കണോ? വീഡിയോനെ എടുക്കാമല്ലോ. നമ്മുടെ കൂട്ടുകാരനല്ലേ, എന്റെ കൂട്ടുകാരനാണ്. എന്നാണ് രക്ഷിക്കപ്പെടുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോ ഈ വർഷത്തിനുള്ളിൽ തന്നെ രക്ഷ അനുഭവിച്ചാലോ? നോക്കിക്കോട്ടോ, നിങ്ങള് ക്രിസ്ത്യാനിന്ന് വിട്ടുപോകാതെ. നീ കമന്റ് ബോക്സ് സ്പാം ആക്കാതെ നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പറ. വീരും അലിസാറിനെ പിടിക്കാൻ വേണ്ടി വന്നാലി ഓടിക്കളഞ്ഞു. അലിസാറിനെ പിടിക്കാനാ? നീ എന്ത് പിടിക്കാനാ അലിസാറിനെ? അലിസാറ് പറയാണ് ഞങ്ങളുടെ മുഹമ്മദ് നബി വൈഫിനെ ഉപേക്ഷിച്ചത്ര. അയാളെ നേരിട്ട് കണ്ടിട്ട് വേണം ഓടിക്കാൻ. തലവെട്ടാനാ? ഒരു കണക്ക് വേണ്ടേ? തലവെട്ടാനാ? പോലും അല്ല, നുണയം പറഞ്ഞുകൊണ്ട് അല്ല. ഹലോ വീരു, ഒരു ലേശം ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. അലിപാസ്റ്ററെ വിളിച്ചോണ്ട് വരാം. നീ എന്താ പിടിക്കുന്ന? നിനക്ക് ഈ പുസ്തകത്തിൽ നിന്ന് എന്താ പറയാനായിട്ട് പറ്റുന്ന? ഇവിടെ കള്ളമാണോടാ പറയുന്ന? കള്ളം
അത് മാമനിച്ചാൻ പോയി വിളിച്ചോണ്ട് വാ. മാമനിച്ചാൻ വിളിച്ചോണ്ട് വാ. ഞാൻ വിളിച്ചോണ്ട് വരാം. അതുവരെ ഞാൻ വിളിച്ചോണ്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അതുവരെയും എനിക്ക് ഒരു അവകാശം തരും. ഇനി അടുത്തത്, ഭാര്യയെ സംശയിച്ച് ജാരിനെ ഉടൻ കഴുത്ത് വെട്ടി കൊല്ലാൻ ആജ്ഞാപിച്ച മുഹമ്മദിനെയാണോ ലോകം ഉത്തമ മാതൃകയാക്കേണ്ടത്? സഹീഹ് മുസ്ലിം വോളിയം 3 ഭാഗം 49 ഹദീസ് നമ്പർ 59 2771 2771. അപ്പം ഭാര്യ ഒരു സംശയം വന്ന് ഉടനെ പറഞ്ഞ ആ സംശയിച്ച ആരാണോ അവന്റെ കഴുത്ത് വെട്ടിയിട്ട് വരണം. അവിടെ ചെന്നപ്പോഴത്തേക്ക് സുനാഗിരി ഇല്ലെന്നാ പറയുന്നത്. എന്തോ സുനാഗിരി എന്നും കണ്ടാണ് എന്താ അവനെ കുളിച്ച അച്ഛൻ ബ്രദർ പറഞ്ഞിട്ട് നീ മൈക്കെടുത്താ മതി. അവിടെ വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് കയറി പറയണ്ട. അവിടെ ഇരിക്കെ. അലിപാസ്റ്റർ ഞാൻ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് നീ അങ്ങനെ എന്താ പിടിക്കണമെന്ന് പറയും. മിണ്ടാതിരിക്കും അവിടെ. അത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സമയം തരുന്നുണ്ട്. ഓക്കെ, അടുത്ത 5 മിനിറ്റ് ആകുമ്പോൾ പറഞ്ഞാൽ മതി. ശിഷ്യന്മാരോട് പോലും ഈ എപ്പോഴും ദേഷ്യപ്പെടുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തിരുന്ന മുഹമ്മദിനെയാണോ ലോകം ഉത്തമ മാതൃകയാക്കേണ്ടത്? സഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 45 ഹദീസ് നമ്പർ 88 2600, അതായത് 2600. അപ്പൊ ഒരു ഉത്തമ മാതൃകയാക്കേണ്ട. അപ്പൊ വില കൂടുന്നുണ്ടോ എസ്പെറെ? വില മുകളിലേക്ക് കൂടുന്നെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്തത് 5 മിനിറ്റ് ആകുമ്പോൾ പറയണേ. പർവ്വതം പോലുള്ള പാപവുമായി വരുന്ന മുസ്ലിമിന്റെ ആ പാപം അള്ളാഹു ക്രൈസ്തവന്റെയും ജൂതന്റെയും തലയിൽ കെട്ടിവെച്ച് മുസ്ലിമിന് പാപം പുറത്തു കൊടുക്കും എന്നൊക്കെയുള്ള സൂത്രങ്ങളും കളവും പറഞ്ഞ് ചുറ്റുമുള്ള പാപം അറബികളെ വിഡ്ഢികളാക്കിയ മുഹമ്മദിനെയാണോ ലോകം ഉത്തമ മാതൃകയാക്കേണ്ടത്? നോക്കണം, ഈ അറബികളെ മാത്രമല്ല ഇല്ല കേരളക്കരയിലും പറഞ്ഞ് എന്ത് ചെയ്തിരിക്കുകയാണ്? അവരെ ബുദ്ധിയെ മരവിപ്പിച്ചിരിക്കുക. എന്ത് ചെയ്തിട്ട്? അതായത് പാപം പർവ്വതം പോലെ പാവങ്ങളായിരുന്നവരുടെയും അത് ഈ ക്രിസ്ത്യാനികളുടെ തല, ഇവിടെ യഹൂദന്മാർ കുറവാണല്ലോ, ക്രിസ്ത്യാനിയുടെ തലയിൽ അങ്ങോട്ട് എടുത്തു വെച്ച് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് പർവ്വതം പോലുള്ള എന്ത് പാപവും ചെയ്യാം. അതുകൊണ്ടാണ് വീരന്മാർ ഇപ്പൊ അത് ചെയ്തു നടക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യും? നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്രിസ്ത്യാനിയുടെ തലയിൽ, ചിലപ്പോ എന്റെ തലയിലും കുറച്ചു പേരുടെ പാപം എടുത്ത് വെക്കുമായിരിക്കും, എന്നിട്ട് എന്നെ നരകത്തിലേക്ക് വിടും. ഓക്കെ, അതിന്റെ തെളിവ് സഹീഹ് മുസ്ലിം വോളിയം 3 ഭാഗം 49 ഹദീസ് നമ്പർ 50-51 2767 2767. അടുത്തത്, അടിമ പെൺകുട്ടികളെ നിർബന്ധിച്ച് വ്യഭിചാരം ചെയ്യിക്കുന്നതിൽ കുറ്റമില്ല എന്ന് പറഞ്ഞ് മുഹമ്മദിനെയാണോ ലോകം ഉത്തമ മാതൃകയാക്കേണ്ടത്? അടിമ പെൺകുട്ടികളെ നിർബന്ധിച്ച് വ്യഭിചാരം ചെയ്യിക്കുന്നതിൽ കുറ്റമില്ല എന്ന് പറഞ്ഞ മുഹമ്മദിനെ, അതെ അബൂ ഖാസിമിനെയാണോ ഉത്തമ മാതൃകയാക്കേണ്ടത്? തെളിവ് സഹീഹ് മുസ്ലിം പുസ്തകം 8 ഹദീസ് 33-73 സൂറ 24-33 വായിച്ചാൽ അതിനകത്ത് കാണാം എങ്ങനെ അടിമ പെൺകുട്ടികളെ നിർബന്ധിച്ച് വ്യഭിചാരം ചെയ്യിക്കുന്നത്. അത് നിർബന്ധിച്ച് പറഞ്ഞിരിക്കുക അവരെ വ്യഭിചാരം ചെയ്യിച്ചോളാം. ഈ പറഞ്ഞ അബൂ ഖാസിം എന്ന അല്ലെങ്കിൽ മുഹമ്മദ് എന്ന അബൂ ഖാസിമിനെയാണോ എല്ലാവരും ഉത്തമ മാതൃകയാക്കേണ്ടത്? 5 മിനിറ്റ് ആകുമ്പോൾ പറയണേ. നമ്മുടെ വീരുവിന് സംസാരിക്കാൻ ഞാൻ ടൈം നോക്കി. ഒരു മിനിറ്റ്. വീരു, ഞാൻ പറഞ്ഞ കാര്യം എന്താണ് വീരു തെറ്റായിട്ടുള്ളതെന്ന് പറഞ്ഞേ. ഞാൻ പറയട്ടെ കേട്ടോ. താങ്കൾ ഇന്നലത്തെ ആണ് അല്ല മിനിഞ്ഞാന്നത്തെ ആണെന്ന് തോന്നുന്നു.
ഞങ്ങളുടെ മിഞ്ഞാന്ന് മുഹമ്മദിന്റെ ഇന്നത്തെ വൈഫ് കാര്യം വല്ലതും പറയണ്ടോ? ഇന്നത്തെ കാര്യം പറയടാ. നിക്ക് തീർക്കട്ടെ, ഇന്നത്തെ കാര്യം പറ. നീ ഇന്നത്തെ താഴെ കാര്യം ഇരുന്നിട്ട് പറ. പറഞ്ഞിട്ട് അലിയോട് ചോദിക്കാം മിനിഞ്ഞാത്ത കാര്യം നീ എന്താ അന്നേരം ചോദിക്കാൻ ഞാൻ നീ മിഞ്ഞാന്നത്തെ ഏത് കാര്യം വിട്, ചാക്കിന്റെ ഇന്നത്തെ കാര്യം പറ. ഡീലായിരുന്നു? നിന്റെ മുഹമ്മദിന്റെ വൈഫിന്മാരെ ഉപേക്ഷിച്ചു ഒരു എന്ന് സെക്കൻഡ് താങ്കളുടെ വായ കൊണ്ട് പറഞ്ഞു ഇല്ലയോ? അവൻ സംസാരിക്കുക. ഒരു സെക്കൻഡ് വീരു ഒരു സെക്കൻഡ് മാനസ ഒരു സെക്കൻഡ്. അതായത് എടാ പോടാന്നൊന്നും വിളിക്കണ്ട, എന്റെ കൂട്ടുകാരാന്ന് മാത്രം വിളിച്ചാൽ മതി. എന്റെ അത് കൂട്ടുകാരാ, എന്റെ വിളിക്കാൻ കൂട്ടുകാരാ, കഴിവില്ലാത്തൊരു പേര് വിളിച്ചാൽ മതി പ്ലീസ്. എന്റെ കൂട്ടുകാരാ. എന്റെ കൂട്ടുകാരൻ ചെയ്യേണ്ടിയിരുന്നത് മിനിഞ്ഞാന്ന് 4-ാമതുള്ള കാര്യത്തില് എന്റെ കൂട്ടുകാരൻ കേറി ചെന്നിട്ട് അലി പാസ്റ്ററോട് ചോദിക്കേണ്ടതല്ലേ? അലി പാസ്റ്റർ ചെന്നു കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ചെന്നു കാര്യത്തിന് ചോദിച്ചു, ഇന്ന് ഇവിടെ കയറി ഓടിച്ചു. വന്നിരുന്നിട്ട് ഈ അലി പാസ്റ്റർ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ മുകളിലോട്ട് ഹാൻഡ് റൈസ് എടുത്തിട്ട് അലി പാസ്റ്റർ പറഞ്ഞത് മുഴുവൻ നുണയാണ് എന്ന് പറയുന്ന തക്കിയ നിങ്ങൾക്കുള്ളതാണ്, നിന്റെ മറ്റേ പ്രവാചകനും ഉള്ളതാണ്. ഇന്ന് അലി പാസ്റ്റർ ഇവിടെ പറഞ്ഞതില് നിനക്ക് എന്താ പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാര്യം മാത്രം പറഞ്ഞു. മനസ്സിലായി? പറഞ്ഞോ വീരു ഒന്ന് ഇന്ന് പറഞ്ഞോ. ഞാൻ വന്നിരിക്കുന്നത് എന്താണ് അലി ഞാൻ പാസ്റ്ററിനെ വലിച്ചു പറഞ്ഞതിൽ ഒട്ടിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. നിങ്ങളുടെ ഹദീസുകളിൽ ഇല്ലാത്തത് ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ഇസ്ലാമിക ചരിത്രങ്ങളിലോ മുഹമ്മദിന്റെ ഖുർആനിലോ ഇല്ലാത്ത വൈഫിനെ കാര്യം ഞാൻ എന്ത് പറഞ്ഞെങ്കിൽ അക്കമിട്ടെന്ന് പറ. മുഹമ്മദിന്റെ വൈഫുമാരെ ഉപേക്ഷിച്ചു എന്ന വാക്ക് താങ്കളുടെ വായ കൊണ്ട് പറഞ്ഞു. എന്ത് പറഞ്ഞത് പറ, എന്തെങ്കിലും പറ. വൈഫുമാരെ ഉപേക്ഷിച്ചു, കൗലേനെ ഉപേക്ഷിച്ചു, കുറെ പേര് പറഞ്ഞു, കുറെ ലിസ്റ്റ് പറഞ്ഞു, ഇവരെയൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് താങ്കളുടെ വായ ആ കൊണ്ട് ലിസ്റ്റിലുള്ള പേര് ഞാൻ പറഞ്ഞപ്പോ അവിടെ പേര് പറഞ്ഞ ഇന്ന് പറഞ്ഞതല്ല, ഇന്ന് പറഞ്ഞതല്ല, മിഞ്ഞാന്നേറ്റ് പറഞ്ഞതാണ്. ആ പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ തെളിവ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഹദീസ്, ഇന്ന് ഇത്ര താങ്കൾ ഹദീസ്, ആ നിഷേധിച്ചുകൊണ്ട് അതിൽ ഹദീസുകളൊക്കെ ഉറച്ചു നോക്കിക്കൂടായിരുന്നില്ലേ? നിൽക്കുകയാണോ? ഇന്ന് താങ്കൾ നിഷേധിക്കുകയാണോ, ഉറച്ചു നിൽക്കുകയാണോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുകയാണല്ലോ. ഉറപ്പാണല്ലോ. ഉറപ്പ് തന്നെ അല്ല, നിന്നെ പോലെ കുറുപ്പിന്റെ ഉറപ്പൊന്നുമല്ല. ഞാൻ ഓരോ കാര്യങ്ങൾ നിക്ക് പറയട്ടെ. ഞാൻ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ ഹദീസിന്റെ തെളിവ് വെച്ചുകൊണ്ടാണ് മോനെ സംസാരിക്കുന്ന വീരു. നീ പറഞ്ഞതുപോലെ അല്ലല്ലോ. ഇന്നത്തെ കാര്യം പറഞ്ഞതിൽ എന്തെങ്കിലും പറയാനുള്ളത്? അതൊക്കെ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാ പറഞ്ഞ. എല്ലാ കാര്യങ്ങളിലും മുഹമ്മദ് ചെയ്തതായ കാര്യങ്ങൾ ഏകദേശം 19ഓളം വിവാഹങ്ങൾ മുഹമ്മദ് നടത്തി എന്നുള്ളത് തെളിവുകളെ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. മുഹമ്മദ് അതുപോലെ തന്നെ മരുത് ചെയ്തത് അടിമ സ്ത്രീകളെ ഭോഗിച്ചതായ കാര്യങ്ങൾ, ശരീരം ദാനം ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞതല്ലേ മോനെ? അല്ലേ? അപ്പൊ അതിന്റെ എല്ലാം തെളിവ് വെച്ചുകൊണ്ട് ഓരോന്നും പറഞ്ഞപ്പോൾ അതിന്റെ തെളിവ് ഹദീസ് ഇന്ന നമ്പറ്, ബുഖാരി ഇത്ര നമ്പറ്, ഇനിജിമ ഇത്ര നമ്പറ്, അതുപോലെ ഓരോ നമ്പറും അക്കമിട്ട് നിരത്തിയിട്ടല്ലേ പറഞ്ഞത്? അല്ലേ വീരു? താങ്കളോട് ചോദിച്ചപ്പോ വീരുണ്ടായിരുന്നല്ലോ ഇവിടെ. അപ്പൊ അതിനൊരു മറുപടി പറയാൻ വീരുവിന് സാധിച്ചില്ലേ? താങ്കൾ ഞാൻ പറഞ്ഞു തീർക്കാൻ ഇനി എനിക്കൊരു സമയം തരുമോ? എന്താ സാർ പറയാനുള്ളത്? താങ്കൾ ഇന്നലെയോ മിനിഞ്ഞാന്നോ നാളോ എന്തെങ്കിലും ഒരു സമയത്ത് ഞങ്ങളുടെ മുഹമ്മദ് നബി വിവാഹം കഴിക്കുകയും ആ വിവാഹത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന് താങ്കളുടെ വായ കൊണ്ട് പറഞ്ഞു. അത് താങ്കൾ ആ ഭാഗത്ത് ഉറച്ചു നിൽക്കുന്നോ ഇല്ലയോ? പിന്നെ ഉറച്ചു നിൽക്കാത്തതാണോ പറയുക? യെസ് ഓർ നോ? യെസ് പറഞ്ഞല്ലോ. ഉറച്ചു നിൽക്കുന്നത് തന്നെ പറയുന്നത്. ഇന്ന് പറഞ്ഞതും അന്ന് പറഞ്ഞതും എപ്പോൾ പറഞ്ഞതും വളരെ വ്യക്തമായി ഹദീസുകളിൽ ഉള്ളത് തന്നെയാണ് വീരോ പറയുന്നത്. താങ്കൾ അതിൽ ഉറച്ചു നിൽക്കണമെന്നാണ് എന്റെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്നാലാണ് എനിക്ക് കീറി ഒട്ടിക്കാൻ പറ്റുള്ളൂ. കീറണ്ട, നീ ഒട്ടിച്ചാ മതി, കീറണ്ട. എന്തിനാ കീറുന്നത്? വീറു ആരാണ് നമുക്ക് അറിയുന്നതല്ലേ? അറിയാവുന്നതല്ലേ? ഖദീജ തുണി അയച്ചിട്ട് മുഹമ്മദിനെ പിടിച്ച് മടിയിലിരുത്തി ദൂതപരിശോധന നടത്തിയതൊക്കെ ചരിത്രങ്ങളിൽ ഉള്ളതല്ലേ വീരുവേ? മുഹമ്മദ് ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു, അത് ഇതിലുള്ളതല്ലേ? ഞാൻ പേടിച്ച് ഓടത്തില്ല. ഞാൻ എന്തിനാ പേടിച്ച് ഓടുന്നത്? നിന്റെ മുമ്പിലാ. ശരിയാക്കി തരാം. ശരിയാക്ക്. ഓക്കെ ശരി. അപ്പൊ ഞാൻ പുറത്താണുള്ളത് ഇപ്പോ. അച്ഛൻകുഞ്ഞ ഇയാൾക്ക് ഷിഹറായി, ഇയാൾക്ക് സിഹറ് പിടിച്ച്. ഒരു സെക്കൻഡ്. അതായത് ഞാൻ എന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. മുഹമ്മദ് എത്ര നിക്ക ചെയ്തിട്ടുണ്ട്, ആ സ്ത്രീകളുടെ പേരുകളെല്ലാം എഴുതിയിട്ടുണ്ട്.
അലിപ്പാസ്റ്ററെ, അയ്യോ അയാൾ ഓടി. ഞാൻ ഇവിടെ അയാൾ ഓടി വിളിച്ചിരിക്കുന്നല്ലോ. ഇല്ല, അയാൾ ഓടിയതല്ല. ഇവിടെ വന്നിരുന്നിട്ട് ഒരുമാതിരി കീറുവാണ അടിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചതാണ് ഈ വിവരം ഒന്ന് പറയാനായിട്ട്. അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അങ്ങേര് പോയി കഴിയുമ്പം സ്പീക്കർ പാനലിൽ കയറി വന്നിരുന്നിട്ട് അലിയെ ഞാൻ ഒട്ടിക്കാൻ പോവുകയാണ് മറ്റേത് പറയുമ്പോ ഇവിടെ താഴെ ഇരിക്കുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കില്ലേ. ഞാൻ സംസാരിക്കുമ്പോ മൈക്ക് മൂട്ടി മര്യാദ കാണിക്കേ. കാര്യം ഏതെടുത്തും പോയിട്ട് പണ്ടൊരുത്തൻ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഈ മറ്റേ മുസ്ലിങ്ങളെന്ന് പറഞ്ഞ ഉന്നത ജാതിയാണ്. അത് സ്പീക്കർ പാനലിൽ അങ്ങോട്ട് കയറി വന്നിട്ട് ഉന്നത എന്ന് പറഞ്ഞിട്ട് മൈക്ക് അങ്ങോട്ട് ഓപ്പൺ ചെയ്യണ്ട. ഇവിടെ വരുമ്പോ ഇവിടെ മോഡറേറ്റേഴ്സ് ഉണ്ട്, അവര് പറയുമ്പോ മൈക്ക് എടുത്താൽ മതി. ഈ ഒരു കാരണം കൊണ്ട് താഴെ ഇരിക്കുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അലിപ്പാസ്റ്ററെ ഞാൻ വിളിച്ചത്. അദ്ദേഹം ഭയങ്കര തിരക്കിലായിട്ട് പുറത്ത് പോകാൻ പോയതാണ്. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൊണ്ടാണ്. എന്നിട്ട് ഇയാൾ അങ്ങോട്ട് പേടിച്ചിട്ട് ഓടി അല്ലേ ഈ അച്ചൻകുഞ്ചിന്റെ കൂട്ടുകാരൻ. ബ്രദറെ ഞാൻ ഏറ്റെടുത്തു ആ വെല്ലുവിളി. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കേ. എന്താ രാജ വേണ്ടാത്ത? ഞാൻ ഏറ്റെടുത്തു ആ വെല്ലുവിളി. ഞാന് മുഹമ്മദിന്റെ 15 ഭാര്യമാരുടെ ലിസ്റ്റും അങ്ങനത്തെ വർത്താനം പറയില്ല. അല്ല, വിവരം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പറയുന്നത്. താങ്കൾ എന്താ പറയുന്നത്? മുഹമ്മദ് ആരും ഡിവോഴ്സ് ചെയ്തിട്ടില്ല എന്നാണോ പറയുന്നത്? അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടിച്ചു കയറി അവിടെ കയറി വന്നിട്ട് ഇത് തെറ്റാണ്, നുണയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ എന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾ എന്നെ പുറത്തേക്ക് ഇറക്കി വിട്ടു. ഞാൻ അപ്പൊ പറഞ്ഞു പിന്നെ പിടിച്ചോളാട്ടോ എന്ന് പറഞ്ഞു. അലി പാസ്റ്ററിനെ എന്തെങ്കിലും ഒരിക്കലും എന്റെ കൈ കിട്ടും, അപ്പൊ ഞാൻ പിടിക്കണ്ട്, അപ്പൊ കാണിച്ചു കൊടുക്കണ്ട്. ഒരു മിനിറ്റ്, പാസ്റ്ററായിട്ടാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ളൂ. ഈ വിഷയത്തെ കുറിച്ച് നാക്ക് പുഴുത്തു പോണ രീതിയിലുള്ള വർത്താനാണ് അയാൾ പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കൊക്കെ ഉണ്ടല്ല, നിങ്ങൾക്കൊക്കെ ആണത്വം ഉണ്ടെങ്കിൽ, ഒരു ചെറിയ മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കും. ഞാൻ ഇതുവരെ മോശപ്പെട്ട, എനിക്ക് മലയാളം പോലും കൃത്യം അറിയാൻ പാടില്ലാത്ത വ്യക്തി, എന്നിട്ട് പോലും ഞാൻ വളരെ നിന്റെ പ്രവാചകൻ കൊന്നും കൊലവിളിച്ചും കൊച്ചു കുഞ്ഞുങ്ങളെ വരെ പോകിച്ച് നടന്ന അങ്ങേര് ഞങ്ങൾക്കാർക്കും വലിയ സലവലാതി അല്ല. ഇവിടെ വന്നിരുന്നിട്ട് നിനക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ ബ്രദറെ, എന്റെ സ്വർണ്ണക്കട്ടയാണത്. വീരു, താങ്കളുടെ ആരോപണം എന്താ അത് പറയും. ഈ മറ്റേ വീരവാദങ്ങളൊക്കെ നമുക്ക് പിന്നീട് അടിക്കാം. താങ്കളുടെ ആരോപണം എന്താണ് അത് ക്ലിയർ ആയിട്ട് പറ. എന്റെ ആരോപണം ഇത്രേ ഉള്ളൂ. എന്റെ മുസ്ലിമിനെയും എന്റെ മുഹമ്മദിനെയും കുറിച്ച് എക്യുപ്പ്, രാജ, മാൻമൻ, പിന്നെ ജീസസ്, സലീമ അറിയാൻ പാടില്ല, അച്ഛൻ തുടങ്ങിയ ആളുകളൊക്കെ അയാളുടെ മ്ലേച്ഛതകൾ ഞങ്ങൾ പറഞ്ഞോണ്ടേയിരിക്കും. അയാൾ പറയട്ടെ എന്നിട്ട് നമുക്ക് ഉത്തരം കൊടുക്കാലോ. 535 ഡേ ആയിട്ട് ഇയാള് തുടങ്ങി ഞങ്ങളെ പറ്റി ഇല്ലാവചനങ്ങൾ പറഞ്ഞു ഇങ്ങനെ നടക്കാണ്. ഞങ്ങൾ ഈ പാവപ്പെട്ട ആൾക്കാർ ഇതിൽ കൂടെയൊക്കെ നടക്കണേന് ഇവന്മാർക്ക് എന്താ വേദനയെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ വേദന ഉണ്ടെങ്കിൽ അല്ല വീരു, താങ്കൾ ഇങ്ങനെ ഈ കാട് കയറി പറയാതെ ഈ താങ്കളുടെ വിഷമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ 400 എത്ര ദിവസമാണ് ഇവിടെ 500 ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ 535 ദിവസം ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തെളിവോട് കൂടി വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. അത് നിങ്ങളുടെ ഈ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. കാരണം നിങ്ങൾ ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് വന്നതൊന്നും ഇങ്ങനെയല്ല എന്ന് താങ്കൾക്ക് ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ ബോധ്യമാവുകയും എന്നാൽ അത് പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ താങ്കളെ പോലെ തന്നെയാണ് എല്ലാവരും പ്രതികരിക്കുക. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷെ താങ്കളിപ്പോ താങ്കളുടെ ആരോപണം സ്പെസിഫിക് ആയിട്ടുള്ള ആ പോയിന്റിലേക്ക് വാ. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ 500 ദിവസം അങ്ങനെ ചെയ്തു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. തെളിവുകളൊക്കെ വെറും ഫേക്കും മൂടത്തരവും വളച്ചൊടിച്ചതും ഇല്ലായ വചനങ്ങളും ആണെന്നാണ് എന്റെ ആരോപണം. അല്ല ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ വീരു, ഇവരൊക്കെ പറയണേ തെറ്റാണെങ്കിൽ ഇവര് പറയണ ആയത്ത് എടുത്ത് വീരു കാണിച്ചിട്ട് അത് വായിച്ചിട്ട് പറ ഇവിടെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നേന്ന് ധൈര്യം ഉണ്ടോ അങ്ങനെ പറയാൻ വീരുവിന്? ഞങ്ങൾ എന്നാ ഓരോരുത്തർ റെഫറൻസ് അങ്ങ് പറഞ്ഞു തുടങ്ങിക്കോ. വീരു ഖുർആൻ എടുത്ത് വായിച്ച് നമ്മളെ കേൾപ്പിച്ചിട്ട് പറയും. ഓക്കെ, ഞങ്ങൾ പറഞ്ഞ ഒരു തെറ്റ് തെളിവില്ലാതെ അല്ലെങ്കിൽ വ്യാജ തെളിവുമായിട്ട്
വന്ന ഒരു ആയത്ത് ഒരു ആയത്ത് താങ്കൾ കൊണ്ടുപോവാ. ഒരു കാര്യം താങ്കൾ കൊണ്ടുപോവാ, എന്നിട്ട് നമുക്ക് അതിന്റെ ആയത്ത് നോക്കാം. രാജാ ബ്രദർ, എനിക്കൊന്ന് പറയാമോ? പറയും. തെളിവ് നിങ്ങൾ പറയണത് തന്നെ തെളിവ് ഭായി. നിങ്ങൾ പറയണ ആയത്ത് തന്നെ തെളിവ്. നിങ്ങൾ വായിക്കണതും ഞാൻ വായിക്കണതും പകൽ വ്യത്യാസമുണ്ട്. എന്നാ നിങ്ങൾ പറയും. തുപ്പി എന്ന് അത് പറയുമ്പോൾ അത് തൂറിയെന്നാകും. താങ്കളെ ഒരെണ്ണം പറയും. നമുക്കിപ്പോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു ആ സ്പെസിഫിക് ആയിട്ടുള്ള 33-ന്റെ ഒരു 50 കാര്യം കിട്ടോ? പറയും. ഏതാ? 33-ന്റെ 50. 33-ന്റെ 50. താങ്കൾ എന്താ പറയുന്നത്? അത് താങ്കൾ എന്താ മുഹമ്മദ് പറയുന്നത്? നബിക്ക് മുഹമ്മദ് നബിക്ക് അള്ളാഹു വെളിപാടാക്കി കൊടുത്ത കാര്യങ്ങളാണ്. അത് പെണ്ണുങ്ങളെ കെട്ടിക്കാനോ പെണ്ണുങ്ങളെ ഒത്തിച്ചു കൊടുക്കാനോ എന്നുള്ള കഥയൊന്നും അല്ല അതിനകത്ത് പറയണത്. അതിനകത്ത് ആ വേറെ നിങ്ങൾ പറയണ പോലെ വിഷമം മാറ്റാൻ വേണ്ടി കൊടുത്ത ഒരു സംഭവമൊന്നും അല്ല. നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയ നുണ പറഞ്ഞുണ്ടാക്കിയത്. അള്ളാഹ് വിഷമം മാറ്റാൻ വേണ്ടി ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തു, ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറ്റം, ഒരുപാട് വീരു, അതല്ലാതെ ഇത് ഇവിടെ മാറടച്ച് പറയുന്ന ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഖുർആാനൊക്കെ ഇവിടത്തെ ക്രിസ്ത്യാനികൾ വ്യാഖ്യാനിക്കുന്നതല്ലല്ലോ. ഞങ്ങൾ ആ ഖുർആൻ എന്റെ പൊന്ന് വാക്യങ്ങള് ആ അനിൽചേട്ടാ, പുസ്തകങ്ങൾ അനിൽചേട്ടാ, എടുത്ത് വെച്ച് നിങ്ങൾ അത് വായിച്ചത് കൊണ്ടാണ് തെറ്റിച്ച് വായിക്കുകയാണെന്നാണ് പറയുന്നത്. എന്റെ ആരോപണം. നിങ്ങൾ പുള്ളിയും കോമ ഇടണോടത്ത് ഇട്ടില്ല, ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്നിടത്ത് ചെയ്തില്ല. അതാണ് നിങ്ങളുടെ കുഴപ്പം. വീരു ആയത്ത് വായിക്കൂ എന്നിട്ട് വായിച്ചോ പറയൂ. വായിച്ചോ വായിച്ചോ. ഞങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ആയത്ത് എന്താണെന്ന് അറിയത്തില്ല, പിന്നെ നിങ്ങൾ ആയത്ത് വായിക്കുക ആദ്യം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഖുർആൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സലീം എന്നും പേരുള്ളത് ഫേക്കാ. പടച്ചോനെ, ഞങ്ങളെ കയ്യിൽ ഖുർആൻ ഉണ്ടോ? ഞങ്ങൾ പറയുന്നത് ഖുർആൻ വെച്ച് എന്താ വായിക്കാത്തത്? വായിക്കണ്ട, ഏതാ നിങ്ങൾ കുറച്ചിരിക്കണേ? ഇവിടെയുള്ള ഓരോ ഖുർആൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഹദീസുകളൊക്കെ എടുക്കുന്നത് sunna.com ആ sunna.com വളരെ കൃത്യമായി നമ്പർ പറഞ്ഞ്, ആ നമ്പർ എന്താ വീരുവിന് എടുക്കാൻ പറ്റാത്തെ? ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണോ? എന്നാ ഇംഗ്ലീഷ് അറിയാവുന്ന ആരെയും വിളിച്ചിട്ട് എന്തെങ്കിലും നോക്കാം. അതും സൗദി അറേബ്യയുടെ സൈറ്റാണ് ആര്, sunna.com. ഞങ്ങളതൊന്നല്ല, ഇപ്പൊ ഇവിടുത്തെ ക്രിസ്ത്യാനികളതൊന്നല്ല. അലിപാസ്റ്റർ ഇപ്പൊ പറയുന്ന അത് ജൂതന്റെ ആണെന്നാ ഇവര് പറയണത്. ജൂതന്റെ അല്ല, ഈ സൗദിയുടെ മറ്റേ ആണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. വീരു, നിങ്ങളിപ്പോ പറഞ്ഞ ഈ ആയത്തില്ലേ, ആ ആയത്ത് തന്നെ മറ്റേ വിവാഹത്തിന് മുഹമ്മദ് നബിക്ക് ആരെയൊക്കെ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ആ ആയത്ത് മാത്രം വായിച്ചാൽ മതി. ആരും വ്യാഖ്യാനിക്കൊന്നും വേണ്ട. എന്താ വായിക്കോ? എന്താ നിങ്ങൾ ജസ്റ്റ് അതിലെന്താ നമുക്ക് നിങ്ങളുടെ ആ ആരോപണം ആയത്ത് എന്തായി? താങ്കളൊന്ന് വായിക്കും. താങ്കളൊന്ന് രാജാ വായിക്കും. ഇനിയിപ്പോ ബ്രദറിന്റെ ഞങ്ങൾ വായിച്ചിട്ട് ആരോപണം അത് തെറ്റിച്ച് എന്താണ്? വായിക്കാന്ന് പറയുന്നു. ഇത് തന്നെ വായിച്ചേ. ആ ഖുർആൻ ഒന്ന് 33-ന്റെ 50 ഒന്ന് വായിച്ചേ വീരു, അതൊന്ന് വായിക്കാം താങ്കൾക്ക് ആദ്യം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കാം. വായിച്ചാ മതി. അല്ലയോ വായിക്കും. പ്രവാചക, പ്രവാചകനെ വിളിക്കാണ്. നീ വിവാഹമൂല്യം നൽകിയ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിട്ടുള്ളതാകുന്നു. എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ? നീ ഇതുവരെ കഴിച്ച വിവാഹമൂല്യം നൽകി കഴിച്ച വായിച്ചാ മതി. വീരുവിന്റെ വ്യാഖ്യാനം വേണ്ട. ഡോണ്ട് ടോക്ക് പ്ലീസ്. വിവാഹമൂല്യം നൽകിയ ഭാര്യമാരെ നിനക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതാകുന്നു. എന്ന് വെച്ചാൽ ഇതുവരെ വിവാഹം ചെയ്ത ആളുകളെയൊക്കെ നിനക്ക് അനുവദിച്ച്, വിവാഹം കഴിഞ്ഞു, കഥ കഴിഞ്ഞു, അത് അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നിർത്താം. യുദ്ധാർജിതമായി അള്ളാഹു സമ്മാനിച്ച സ്ത്രീകളിൽ നിന്റെ അധീനതയിലുള്ളവരെയും നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. നിന്നോടൊപ്പം പാലായനം ചെയ്തവരായ നിന്റെ സഹോദരങ്ങളുടെ പെൺമക്കളെയും നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. സഹോദരികളുടെയും പെൺമക്കളെയും നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. പ്രവാചകന് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന വിശ്വാസിനിയെയും പ്രവാചകൻ അവളെ വേൾക്കാൻ തയ്യാറാണ്. വേൾക്കാൻ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് വിവാഹമൂല്യം കൊടുത്ത് ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ അവളെയും നിനക്ക് അവളെ ഉദ്ദേശിച്ച് അങ്ങനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവളെയും നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. ഈ അനുവാദം നിനക്ക് മാത്രമാകുന്നു, മറ്റു വിശ്വാസികൾക്കില്ല. അവിടെ ബിരിയാണി വിളമ്പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലണ്ട. സാധാരണ വിശ്വാസികളുടെ മേൽ അവരുടെ ഭാര്യമാരുടെയും ദാസികളുടെയും കാര്യത്തിൽ നാം നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ എന്തെന്ന് നമുക്കറിയാം. ഞാൻ ഇതിനു മുമ്പ് വേറെ സ്ഥലത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്.
നിന്നെ ഈ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത് നിനക്ക് ക്ലേശമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയും ആണല്ലോ. തീർന്നു. അപ്പൊ ജയലളിതയും മറ്റേ സ്റ്റാലിനൊന്നും ഇല്ലേ? ഇല്ല, കരുണാനിധി മാത്രമേ ഉള്ളൂ. കാരുണ്യവാൻ മതി. എടാ, ഈ മുഹമ്മദിന് എന്ത് ഇത്ര വിഷമം? അതൊന്ന് പറയാമോ? ഒന്ന് തെളിച്ചു പറയാമോ? ഇല്ല, ഈ മുഹമ്മദിനുണ്ടായ ആ വിഷമം വിഷമമൊന്നും പറഞ്ഞില്ല, ക്ലേശം എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത്. ആയിക്കോട്ടെ, ക്ലേശം അതൊന്ന് പറ. എന്ത് അല്ല, ക്ലേശം? പെണ്ണുങ്ങളുടെ കാര്യത്തിൽ മുഹമ്മദിന് യാതൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല, അള്ളാഹുവിന് നിർബന്ധമായിരുന്നു എന്നല്ലേ അല്ല വീരുവേ? അല്ല 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 ബോധവും ബുദ്ധിയും ഉള്ളവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. മദ്യം കഴിച്ചവരോട് സംസാരിക്കാൻ കഴിയില്ല. അതായത് അത് മുഹമ്മദ് അല്ലേ മദ്യം കഴിച്ചത്? എം അക്ബർ പറയുന്നു മദ്യം അല്ല കഴിച്ചു. വീരു, എന്തിനാ ഇത്രയും പെണ്ണുങ്ങളെ പുള്ളിക്ക് എന്തിനാ വീരു? ഇത്രയും പെണ്ണുങ്ങളെ എന്തിനാ പുള്ളിക്ക്? അതൊന്ന് പറഞ്ഞേ. ഇത്രയും പെണ്ണുങ്ങളെ കൊണ്ട് എന്താ ചെയ്യാനാ? അതായത് മേഡം മാത്രം സംസാരിക്കേ. അതായത് നിങ്ങൾ വിവാഹം കഴിച്ചവരെ മൊത്തം നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു, തീർന്നോടെ. ഇനി നിനക്ക് വിവാഹം കഴിക്കാനുള്ള സാധ്യതയുള്ള ആളുകളുടെ ലിസ്റ്റ് പറയണതാണ്. നിനക്ക് വിവാഹം കഴിച്ചോളാൻ അനുവാദം കൊടുക്കുന്ന ആളുകളുടെ ലിസ്റ്റ് പറയാണ്. ഇന്നാളെ കെട്ടിക്കോ, ഇന്നാളെ കെട്ടിക്കോ, ഇന്നാളെ കെട്ടിക്കോ, ഇന്നാളെ കെട്ടിക്കോ, ഇന്നാളെ കെട്ടിക്കോ, ഇന്നാളെ കെട്ടിക്കോ. അതെന്തൊരു പോക്രിത്തരമാണ് വീരു. ഒരാണിന് ഒരു പെണ്ണ് എന്ന നിലയിലാണ് സാധാരണഗതിയിൽ വേണ്ടത്. ഇവിടെ നിങ്ങളുടെ മുഹമ്മദിന് ഇത്രയും പെണ്ണുങ്ങൾ എന്തിനാ? അത് മുഹമ്മദ് നബിക്ക് മാത്രമുള്ള ഒരു അതെന്നാ വീരു? അതെന്തിനാ അങ്ങനെ കൊടുക്കുന്ന ദൈവം ആരാ? അങ്ങനെ കൊടുക്കുന്ന പെണ്ണുങ്ങളെ ഏത് പെണ്ണിനെ നീ എടുത്തോടാന്ന് പറഞ്ഞു കൊടുക്കുന്ന ദൈവത്തിനെ ഏത് പേരിട്ടാ നിങ്ങൾ വിളിക്കുക? പറ. ഒരുത്തിന് എനിക്ക് പെണ്ണുങ്ങളെ വേണം, അതുകൊണ്ട് നീ അമ്മായിയുടെ മക്കളെടുത്തോ, അല്ലെ നിന്റെ അപ്പന്റെ അമ്മയുടെ വേറെ മക്കളെ എടുത്തോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ അങ്ങോട്ട് വെതറി കൊടുക്കുന്ന ദൈവത്തെ എന്നാ പേരിട്ടാ വിളിക്കണ്ടേ? സാധാരണഗതിയില് നമ്മുടെ നാട്ടില് ഇങ്ങനെ അല്ല, നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു സിസ്റ്റം ഇരിക്കുകയാണ്. ചേച്ചി, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചേച്ചിയുടെ അനുവാദം കിട്ടിയാൽ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ചേച്ചി ചുരിദാർ മേടിക്കാൻ ചെല്ലണ കടയിൽ 100 ചുരിദാർ കണ്ടാ 100 എടുക്കുവോ? ഒരെണ്ണല്ലേ എടുക്കുള്ളൂ? ഇത് നിങ്ങളുടെ അള്ളാഹു ചുരിദാറാണോ? നിങ്ങളുടെ അള്ളാഹു മുഹമ്മദിന് കൊടുത്തത് ചുരിദാറാണോ? നിസാര എന്താ പറയാ, ഒരു ഈ മനുഷ്യനെയൊക്കെ ചുരിദാറിനോട് പോലും ഉപമിക്കരുത്. ദൈവം ചെയ്തു. ഒരു സ്ത്രീ എടോ, എനിക്കിഷ്ടമുള്ള എന്റെ കയ്യിൽ പൈസ എത്രയുണ്ടോ അതിനനുസരിച്ച് ഞാൻ എടുക്കും. ഇപ്പൊ 100 എടുക്കണം എന്ന് എനിക്ക് തോന്നിയ 100 എടുത്തിരിക്കും. മനസ്സിലായോ? 100 ചുരിദാർ എനിക്ക് എടുക്കണം എന്ന് തോന്നിയാൽ ഞാൻ 100 ചുരിദാർ എടുത്തിരിക്കും. കാശുള്ള ടീമാണ്. അതെ, എനിക്ക് കാശുണ്ട്. എന്റെ കാശിന്റെ കണക്കൊന്നും വീരു എടുക്കാൻ നിൽക്കണ്ട. കട മൊത്തം മേടിക്കാൻ അത് ആരോടെ പറയണ ചേച്ചി? ആ കട മൊത്തം ചേച്ചി കണ്ട കട ഓളാടെ നിക്കട്ട് ഓം പൊക്കോട്ടെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഓളാടെ നിക്കട്ടെ, ഓം പൊക്കോട്ടെ. വല്ലവരുടെയും ഭാര്യമാര് ചേച്ചി മേടിച്ചോളെന്ന് പറഞ്ഞാൽ ചേച്ചിനെ ഒന്ന് എനിക്ക് കാണണം. കട മൊത്തം മേടിക്കാൻ പറ്റിയ ചേച്ചിനെ. വീരു, ഒരു കടയില് 100 ചുരിദാർ മാത്രമേ ഉള്ളൂ എന്ന് വീരുവിനോട് ആരാ പറഞ്ഞത്? പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ചുരിദാർ ഞാൻ എടുക്കുന്നതിന് എന്റെ ഹസ്ബൻഡിന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഈ പറയണ വീരുവിന് എന്താ ഇത്ര കുഴപ്പം? ഇവിടെ ചുരിദാറല്ല വിഷയം, എന്റെ കയ്യിലുള്ള കാശല്ല വിഷയം. ഓക്കെ, എന്റെ കയ്യിലുള്ള ക്യാഷ് അല്ല. മറുപടി തന്നെയാ തന്നോട് പറയുന്നത്. എന്റെ കയ്യിലുള്ള ക്യാഷ് അല്ല ഇവിടെ വിഷയം. ഞാൻ എടുക്കുന്ന ചുരിദാറിന്റെ ഡിസൈനോ കളറോ ഒന്നും അല്ല ഇവിടെ വിഷയം. ഒരു പെണ്ണിന്റെ കാര്യമാണ്. മുഹമ്മദിന്റെ ബസമം എന്താണെന്നാണ് ചോദ്യം. ഇല്ല, കത്തോലിക്ക ജീസസ് സിസ്റ്റർ പറയട്ടെ. കാര്യം ഇയാളെ ഇത് പറഞ്ഞു വന്ന ഈ കാര്യങ്ങള് ഇതിപ്പോ ഡാനി കമന്റ് എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ ആ ജില്ലയിലുള്ള പെണ്ണുങ്ങളെ കംപ്ലീറ്റ് കൊടുത്താൽ പോരെ? ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അതിനകത്ത് അമ്മയും പെങ്ങളെയും മാത്രം മാറ്റി വെക്കുക, അല്ല ബാക്കിയുള്ള എല്ലാത്തിനെയും എടുത്തോളാനാ പറയുന്നത്. ഈ പൊട്ടത്തരോ ഈ ഊളത്തരോ ഇവിടെ വന്നിട്ട് പറയല്ലേ? ജീസസ് സിസ്റ്റർ പറഞ്ഞു.
അല്ല, നമ്മുടെ ഒരു സൊസൈറ്റിയിൽ തന്നെ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, ഒരു വീടെടുത്തിട്ട് ഓരോരുത്തന്മാര് പെൺവാണിഭം നടത്തുന്നു. അത് അതിന്റെ ഒരു മുതലാളി ഉണ്ടാവുമല്ലോ, അത് നടത്താൻ വേണ്ടി ഒരു മുതലാളി ഉണ്ടല്ലോ. അവന്മാരാണെങ്കിൽ ഓരോരുത്തരെ ഇങ്ങനെ സപ്ലൈ ചെയ്യാണ്. ഇതുപോലെയാണെങ്കിൽ അള്ളാഹു അവിടെ നിന്നിട്ട് എന്താ മുഹമ്മദ്, നീ ഇതിനെ എടുത്തോ, നീ ഇന്ന കുട്ടീനെ എടുത്തോ, ഇന്ന ആളെ എടുത്തോ, ഇന്ന തള്ളച്ചീനെ എടുത്തോ, അങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെ വിട്ടു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനെ ശരിക്കും എന്താ വിളിക്കുക? ഇപ്പൊ ഒരു പെണ്ണ് കൂട്ടി കൊടുക്കണം, അങ്ങനെ തന്നെ പറയുന്നുള്ളൂ. പെണ്ണ് കൂട്ടി കൊടുക്കുന്ന ഒരുത്തനെ, ഏതൊരു മനുഷ്യനാവട്ടെ, പെണ്ണ് കൂട്ടി കൊടുക്കുന്ന ഒരുത്തനെ എന്താണ് വീരു, നീ ഈ ലോകത്ത് തന്നെയല്ലേ ജീവിക്കുന്നേ? നീ കേട്ടിട്ടില്ലേ? പെണ്ണ് എവിടെ ഒരു കൂട്ടി 2 3 കൊടുക്കുന്നു? പെണ്ണുങ്ങളെ അയൽക്കൂട്ട വെച്ച് മനുഷ്യനാവണം. വ്യഭിചാരം ചെയ്യുന്ന ഒരു വ്യക്തിനെ പോലീസ് പിടിക്കുന്നു. എവിടെ പെണ്ണിനെ ഇപ്പൊ കൂട്ടി കൊടുക്കുന്നു ലോകത്തിലുള്ള, അതായത് മുഹമ്മദിന് ചുറ്റുമുള്ള എല്ലാ പെണ്ണുങ്ങളെ നീ എടുത്തോടാ, നീ എടുത്തോടാ, നീ എടുത്തോടാ, ഏത് വേണം നിനക്ക് സെലക്ട് ചെയ്ത് എടുത്തോടാന്ന് പറഞ്ഞ് കൊടുക്കുന്നവനെ എന്താ പറയേണ്ടത്? അല്ല, ഇത് വാങ്ങാൻ നിൽക്കുന്നവന്റെ അവസ്ഥ എന്നാലേ ചോദിക്കേ. കുറച്ചൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? നാണോ മാനോ ഉള്ള പ്രവൃത്തിയാണോ ഈ കാണിച്ചു കൂട്ടുന്നത്? അന്തസ്സുണ്ടോ ഇങ്ങനെ ചെയ്യുന്നതിന്? പെണ്ണെന്ന് പറഞ്ഞാൽ എന്താ? വെറും പെണ്ണിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? വെറും ചരക്കാണോ? കൊടുക്കണില്ലോ, കൊടുത്തോളം എടുക്കാൻ ചോയ്സ് കൊടുക്കണല്ലേ ഉള്ളൂ. അത് തന്നെ വീരു, അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഒരു പെണ്ണിനെ, ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട ഉടനെ എന്നാ നിനക്ക് അവന് കാമം തോന്നി, എടുത്തോ, നീ എടുത്തോ, നീ എടുത്തോ എന്ന് അങ്ങനെ പറയുന്നത് ഏത് വ്യവസ്ഥയിലാണ് വീരു? എന്ത് ടേംസ്, എന്ത് കണ്ടീഷൻ? ഞാൻ ചോദിച്ചത്, പെണ്ണുങ്ങളെ ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്ന, പെണ്ണുങ്ങളെ ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്നവനെ എന്താണ് പിന്നെ പെണ്ണിനെ എടുത്തോളാൻ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ആ പെണ്ണിന് കുടുംബം ഇല്ലേ? ആ പെണ്ണുങ്ങൾക്ക് കുടുംബം ഉണ്ടാവോ? അതെങ്ങനെ? നീ തന്നെ പറഞ്ഞു നിന്റെ അല്ലാഹു മുഹമ്മദിന് മാത്രമായിട്ട് ഒരു ഡസൻ പെണ്ണുങ്ങളെ ഇത് ഞാൻ എന്തോ ചെയ്യാനാ? പന്നക്കളവൻ എന്തോ ചെയ്യാനാ? അള്ളാഹുവിന് അറിയത്തില്ല ഇയാള് പന്നക്കളവനാന്ന് അറിയത്തില്ലയോ? അയ്യോ, കുറച്ചൊക്കെ ഒരു പറയുമ്പോ കുറച്ചൊരു മാന്യതയായിട്ടൊക്കെ ഒന്ന് പറ. പെണ്ണുങ്ങളെന്ന് പറ. എന്റെ വീട്ടിലുള്ള സ്ത്രീകളും ഞാനും അടക്കമുള്ള ഒരു പെണ്ണിനോട് പോയി ചോദിക്കുക, നിങ്ങളോട് ഇങ്ങനെ ഒരാള് നിങ്ങളെ ഇങ്ങനെ കൊടുത്തോട്ടെ, നിങ്ങളൊക്കെ അല്ലെ അമ്മ പെങ്ങളമാരെ ഒന്നും യാതൊരു വ്യത്യാസവും ഇല്ലാതെ കൊടുത്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാന്ന് നീ ഒന്ന് ചോദിക്കുക. അപ്പം തൻ്റെ ഒരു പെണ്ണാണെ കാരണക്കുറ്റി അടിച്ചു മുട്ടിക്കും. കാരണം മനസ്സിലായോ? നീ ഉദ്ദേശിക്കുന്ന പോലെ ഈ പെണ്ണിന്റെ ശരീരം ഈ ആണുങ്ങൾക്ക് കയറി മേയാൻ വേണ്ടി മാത്രമുള്ളതൊന്നും അല്ല. അവരൊരു വ്യക്തിയാണ്. അവർക്ക് അന്തസ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. മനസ്സിലായോ? അന്തസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതറിയാവോ? നിന്നോടൊക്കെ പറയാൻ വന്ന ഇങ്ങനെയുള്ളവനൊക്കെ എങ്ങനെയാ വീരു നീയൊക്കെ ഇങ്ങനെ പൊക്കി പിടിക്കണേ? അറ്റ്ലീസ്റ്റ് അത് വായിച്ചു കഴിയുമ്പോൾ ഒന്ന് മാന്യമായിട്ട് ഒന്ന് ചിന്തിച്ചോടെ. ഞങ്ങളുടെ ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന്. അന്യ സ്ത്രീകളെ നോക്കുന്നത് പോലും തെറ്റാണ് ഞങ്ങളുടെ ബൈബിൾ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിനൊക്കെ അങ്ങനെ വിശ്വസിക്കുന്ന, അങ്ങനെ പഠിച്ച്, അങ്ങനെ ജീവിക്കുന്ന ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ ആരും 2 3 നാളെ കെട്ടിയിട്ടില്ല. കാരണം മനസ്സിലായോ? ഞങ്ങൾ അന്തസ്സായിട്ട് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചേണേ. ഞങ്ങള് അതിന്റെ മാന്യതയോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങളുടെ ഈ ആയത്തുകളും ഖുറാനും സുന്ദരപ്പാടികളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ 3 4 5 കെട്ടി യാതൊരു ഒരു സ്ത്രീയോട് പോലും മാന്യമായിട്ട് ഒരു നീതി പുലർത്തേ. ഇവിടെ പോവും, അവിടെയും പോവും, ഇവിടെയും പോവും. നിങ്ങളെയൊക്കെ എന്താ പറയണ്ടേ? ആദ്യം വീര് പറ, ഇങ്ങനെ പെണ്ണ് കൂട്ടിക്കൊടുക്കുന്നവനെ ഇങ്ങനെ പെണ്ണ് കൂട്ടിക്കൊടുക്കുന്ന ഒരുത്തനെ നിങ്ങൾക്ക് എങ്ങനെ ദൈവമായി കാണാൻ കഴിയും? ഇങ്ങനെ പെണ്ണുങ്ങളുമായിട്ട് ശയിച്ച് നടക്കുന്ന ഒരുത്തനെ എങ്ങനെ പ്രവാചകനാക്കി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും? പിമ്പെന്നാണ് മലയാളത്തിൽ പിമ്പ്. ആ ചേച്ചിയുടെ വായ അടഞ്ഞോ? വീര് ഈ മുഹമ്മദ് ഭയങ്കര കഷ്ടമായി പോയല്ലോ. സ്വർണ്ണഖനി, ഞങ്ങളുടെ പ്രവാചകൻ സ്വർണ്ണഖനി. അയ്യോ, കഷ്ടമായി പോയി. കരളിന്റെ കഷ്ണമാണ്, ഹൃദയത്തിന്റെ തുടിപ്പാണ്. അടിപൊളി. രാവിലെ അതിന് ഞാൻ പറയാം. അല്ല, ഒരു മിനിറ്റ് സിസ്റ്റർ, ഒരു മിനിറ്റ്. ഇദ്ദേഹം പറഞ്ഞത് ഏറെക്കുറെ ശരിയാ.
ഈ മുസ്ലിം ആണുങ്ങൾക്ക് പുള്ളിക്കാരനൊരു ഒരു ആവേശം തന്നെയാണ് കേട്ടോ. ആണിനും സത്യം. ഈ പെണ്ണിനും മുസ്ലിം ഈ മുസ്ലിം പെണ്ണുങ്ങളെയൊക്കെ ചാക്കി കയറ്റി ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് നടക്കും. പക്ഷെ അവരൊക്കെ ഇങ്ങനെ അയ്യോ ഞങ്ങളിന്ന് രക്ഷിക്കണേന്നും പറഞ്ഞ് ഇതിനകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ ആണുങ്ങൾക്ക് എന്റെ ചേട്ടാ, മുഹമ്മദ് ഒരു ആവേശം തന്നെയാണ്. അത് 50 പോലും അല്ല ഈ പറയാൻ ഇത് ധൈര്യമില്ലാത്ത വീര് മണ്ടന്മാരാണ്. വീര് പറഞ്ഞത് നിങ്ങൾ അത്ര ലളിതമായിട്ട് എടുക്കരുത്. ഇന്ന് നിങ്ങൾ ലോകത്തിലോട്ട് നോക്കിയോ, മുസ്ലിം ആണുങ്ങളെ ഒന്ന് നോക്കിക്കേ, അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കിയേ, അതുപോലെ തന്നെ എവിടെ നോക്കിയോ, അവർക്ക് ഈ നമ്മുടെ ഒരു കാമദേവൻ തന്നെയാണല്ലേ മുഹമ്മദ്. കൊച്ചു കള്ള, കാമദേവനല്ല, അദ്ദേഹം കൊച്ചു വളരെ കള്ള, നിങ്ങളുടെ ഒരു ആവേശം, മുത്ത്, സ്വർണം, കട്ട, ഓഹ് എന്ത് ലഡു അങ്ങ് മനസ്സിൽ കുടുങ്ങിയാണല്ലോ. ഇയാള് മനോരോഗിയായിരുന്നു. അതല്ല ഈ ചുവന്ന ജെട്ടിയൊക്കെ മൂട്ടിക്കുന്ന പെണ്ണുങ്ങളെ. അത് എന്തിനാ മാത്രമല്ല, ഇല്ലാ വചനം പറയുന്നേ? ഇല്ല വചന പറയണ, പിന്നെ ചുവന്ന ജെട്ടി മൂട്ടിച്ചിട്ട് പോയില്ലേ ആരുടെ ഷഡ്ഡി? അന്ന് ഷഡ്ഡി ഇറങ്ങിയിട്ടുണ്ടോ? ഷഡ്ഡി? കള്ള് പറയണതിനൊക്കെ ഒരു കണക്ക് വേണ്ടേ? അല്ല അത് അല്ല അത് അന്ന് ജട്ടി അല്ല ഇറങ്ങാത്തത് കൊണ്ടാണ് ഇന്ന് കഥയ്ക്ക് ചുറ്റും ഇവര് പോയിട്ട് ചേച്ചി, ജട്ടി ഇടാതെ നടക്കണേ. അതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. അല്ല ആവേശം ഞാനൊന്ന് പറയട്ടെ. ആവേശം എന്ന് പറയാം. ദത്തുപുത്രന്റെ ഭാര്യയിൽ അവിനിവേശം തോന്നി ദത്തുപുത്രനെ കൊണ്ട് തോറ്റാ അച്ഛാ? അവളെ വിവാഹമോചനം എന്താ തോറ്റാ? ഈ 33 തോറ്റോന്ന്? തോറ്റോന്ന് അതെ, തോക്കുന്ന കാര്യം ഇപ്പൊ വായിക്കാൻ പോകുന്നത്. അവളെ വിവാഹമോചനം ചെയ്യിപ്പിച്ചു അവളെ ഭാര്യയാക്കിയ മുഹമ്മദിനെയാണോ ലോകം ഉത്തമ മാതൃകയാക്കേണ്ടത്? ഒന്നിന് പിടിച്ചേക്ക്. ഇതൊക്കെ മറുപടി എന്റെ കയ്യിലുണ്ട്. ഇതിന് നിങ്ങൾ പൂർണ്ണമായിട്ട് തോറ്റിരിക്കുകയാണ്. ഏത് തോറ്റ്? മറുപടി എന്റെ കയ്യിലുണ്ട്. സഹീഹ് മുസ്ലിം വോളിയം 2 ഭാഗം 16 ഹദീസ് നമ്പർ 89 14-28. എവിടാ തോക്കുന്നത്? സംസാരിച്ചോളൂ. ഉറപ്പിച്ചിട്ട് ഞങ്ങൾക്ക് അടുത്തേക്ക് പോവാം. അല്ല ഞാനൊരു ക്ലാസ് ചെയ്യാന്ന് പറഞ്ഞത്, ഞാനൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇബ്രാഹിമിന്റെ വിഷയം അത് ഇപ്പോ നമ്മുടെ വീര് പറയുന്ന വിഷയമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. വീരുവിന്റെ കഴിഞ്ഞ് ഞാൻ പിന്നെ ആ സെഷൻ ചെയ്യാം, അത്രേ ഉള്ളൂ. വീരു ഒന്ന് നിർത്തിക്ക്. ഞങ്ങളൊരു കാര്യം ഒന്ന് എക്യൂബ് അച്ഛനോട് ചോദിക്കട്ടെ. എക്യൂബ് ബ്രദറെ ഒരു കാര്യം ചോദിക്കട്ടെ, കേക്കാവോ? എന്നെ കേക്കാവോ? കേൾക്കാം വിജി പാസ്റ്റർ. പിന്നെ വീരു ഒന്ന് മ്യൂട്ട് ചെയ്തേ, ഞങ്ങളൊന്ന് പറയട്ടെ. വീരു ഒന്ന് മ്യൂട്ട് ചെയ്തേ, ഞങ്ങൾ പറയട്ടെ. നിങ്ങൾ മൈക്ക് ഇങ്ങനെ തുറന്നു വെച്ചിരുന്ന മ്യൂട്ട് ചെയ്തില്ല. ഈ ഞങ്ങളുടെ മാമൻ ചാൻ പറഞ്ഞൊരു വിഷയമുണ്ട് എക്യൂബ്. അതെന്താ സത്യം പറഞ്ഞ ഈ ജട്ടി പാൻറ്റീസ് ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് സത്യത്തിൽ എന്താണ്? അത് ഒന്ന് പറഞ്ഞിട്ട് മതി. വീരു മൈക്ക് ഓൺ ചെയ്യല്ലേ, ഞങ്ങളുടെ എക്യുപ്പച്ചാൻ അതിൻ്റെ അകത്ത് സംസാരിക്കട്ടെ. ഞങ്ങളുടെ അബു ഖാസിമിന്റെ ഒരു ബലഹീനതയാണ് അടിവസ്ത്രം എന്ന് കേട്ടാൽ, അത് പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ അടിവസ്ത്രം എന്ന് കേട്ടാൽ, അത് ചുവന്ന വെൽവെറ്റ് വസ്ത്രം, അത് കേട്ടാൽ നമ്മുടെ പാർട്ടിക്ക് ഒരു ബലഹീനതയാണ്. ഈ ബലഹീനതയെ കയറി പിടിക്കരുത്. അതും ഒരു വിഷമമാണ്. ഈ വിഷമം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പല കാര്യമുണ്ട്. ഈ അല്ല തന്നെ ഈ യഹൂദ സ്ത്രീക്ക് വെൽവെറ്റ് വസ്ത്രം കൊണ്ട് അടിവസ്ത്രം ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? കത്തോലിക് ബ്രദറെ, നമുക്ക് ഈ വിഷയം വിടാം. ഈ വിഷയത്തെ ഒരുപാട് നമ്മൾ നീട്ടിക്കൊണ്ട് പോകണ്ട. ഞാനിത്ര പറയുന്നുള്ളൂ. ഇത് ആദ്യം തുടങ്ങി ലിസിസ്റ്റർ കേട്ടില്ല. അലിപാസ്റ്റർ ഒരു സെക്കൻഡ്, ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ഇത്രയും പറഞ്ഞാൽ മതി. ഖുർആൻ 3:161 ഇവൻ കള്ളവാന്ന് പറഞ്ഞത് കൊണ്ടാ ഈ വീരു പറഞ്ഞത് കള്ളത്തരമാണ്, നമ്മൾ തള്ളു പറയാണ്, കള്ളത്തരമാണ് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യം ഒന്ന് പറയാൻ പറഞ്ഞു. ഇവൻ വെറുതെ കള്ളം പറയും. ഇതിന് തെളിവ് ഖുറാനിൽ തന്നെ ഉണ്ടല്ലോ. ഖുറാനിൽ തന്നെ ഉണ്ടല്ലോ തെളിവ്. അത് വായിച്ചായിരുന്നു. സിസ്റ്റർ ഇവിടുന്ന് പോയ അലിപാസ്റ്റർ ഇവൻ ആരോപിച്ച് അയാൾ കള്ളം പറയുന്ന അയാളെ പിടിക്കാനായിട്ട് ഞാൻ വരികയാണെന്ന് പറഞ്ഞ് ഇവൻ സ്പീക്കർ പാനലിൽ കയറി വന്ന ഞാൻ എന്നിട്ട് അലിപാസ്റ്ററെ തിരിച്ച് വിളിച്ചിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഈ 53 ഇതെടുത്തിട്ട് വായിക്കാൻ വീരു തന്നെ പറഞ്ഞിട്ട് ഇയാളത് വായിച്ചു. ലോകത്തിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ കൊടുത്തത്. എന്നിട്ട് ജീസസ് സിസ്റ്റർ ഇയാളോട് സംസാരിച്ചിട്ട്
ഒരക്ഷരം ഇവിടെ മറുപടി പറയാനായിട്ടില്ല. ഈ കണ്ട പെണ്ണുങ്ങൾ മുഴുവൻ ഉടനെ ഇയാള് പറയുകയാണ്, ഒരു ചുരിദാർ മേടിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാല് എത്ര ചുരിദാർ മേടിക്കും, ഇങ്ങനെ അനുവദിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ആരെ എടുത്തിട്ടില്ലെന്നാ പറയണത്. അത് പറഞ്ഞിട്ടേക്ക്, എന്നിട്ട് ഞങ്ങളുടെ ഹൃദയത്തിന്റെ തങ്കക്കുടവാണ്, നിങ്ങളത് പറയുകയാണ്. ഇത്രയും ദിവസങ്ങളായിട്ട് ഇവിടെ ഇരുന്ന് നുണ പറയുകയാണ്. ഓരോ ആയത്തുകളും വായിക്കുന്ന രീതിയിലല്ല നിങ്ങൾ വായിക്കുന്നത്. എന്നിട്ടാണ് ഇയാളെ കൊണ്ട് തന്നെ വായിപ്പിച്ചു. രാജാ ബ്രദർ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്. അലിപാസ്റ്റർ രണ്ടാമത് തിരിച്ചു വന്നിട്ട് ഉടനെ പറഞ്ഞു അതിലൊക്കെ ഉറച്ചു നിൽപ്പുണ്ട്. ഉടനെ അലിപാസ്റ്റർ പറഞ്ഞു ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് തെളിവ് വെച്ചിട്ട് ഹദീസും ഖുറാനും അതിന്റെ റെഫറൻസ് വെച്ചിട്ടാ പറഞ്ഞിരിക്കുന്നത്. വെല്ലുവിളിക്കുക ഇവിടെ ഇരുന്നേ. ഇത്രയും നാൾ ഇവിടെ ഇരുന്നിട്ട് ഈ റൂമിൽ ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ കള്ളം പറയുകയാണ്. അതെ, ഈ വീരുവിനെ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു പുസ്തകം വായിക്കുകയോ ഒരു പുസ്തകത്തിന്റെ ഐഡിയ ആശയം മനസ്സിലാക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തി പുസ്തകങ്ങൾ വായിച്ചു പഠിച്ചു മനസ്സിലാക്കിയ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഒന്നും, അതായത് വീരുവിന് അറിയാത്ത കാര്യമൊന്നും ലോകത്തിലില്ല, വീരുവിന് അറിയാത്ത പുസ്തകങ്ങളൊന്നും ലോകത്തിലില്ല, വീരുവിന് അറിയാത്ത ആയത്തുകളോ ഇതൊന്നും ഇല്ല. അതായത് നമ്മള് പറയുന്നതിന് വിഷമമുണ്ട്, പക്ഷെ തീരെ ലോ ഐക്യു ആയവരോട് നമ്മൾ സംസാരിച്ചിട്ട് എന്ത് കാര്യം? പറയുന്നതിന് വിഷമമുണ്ട്, വിഷമത്തിൽ തന്നെയാണ് പറയുന്നത്. അതായത് പഠിക്കുക ഇല്ല എന്ന് മാത്രമല്ല, പഠിക്കാൻ ആഗ്രഹവുമില്ല. ഇങ്ങനെയുള്ളവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് എത്ര നാളായിട്ട് ഇയാൾ ഇരുന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ തക്കിയ പറഞ്ഞോണ്ട് ഈ മാനവരിൽ മഹോന്നതന്റെ 2 നല്ല ഗുണങ്ങൾ ഇന്ന് മാതൃകയാക്കാൻ പറ്റുന്ന 2 ആദ്യം കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ അതിന്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് വായിക്കാം. എന്തായാലും അതിനുശേഷം പിന്നെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അതിനകത്ത് പല കോണ്ടെക്സ്റ്റ്, പല പണ്ഡിതന്മാരുടെ പല അഭിപ്രായമുണ്ട്. എന്നാലും പ്രൊമിനന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഒരഭിപ്രായം ഇതാണ്: ബദർ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു ചുവന്ന പുതപ്പ് കാണാതായി. അത് നബി തനിക്കായി എടുത്തു വെച്ചതായിരിക്കുമെന്ന് ചില കപട വിശ്വാസികൾ പറഞ്ഞു. ഇത് സംബന്ധിച്ചാണ് ഈ വചനത്തിന്റെ അവതരണം ഉണ്ടായത് എന്നാണ് രണ്ടാമത്തെ റിവായത്ത്. നിവേദന മാർഗം നോക്കുമ്പോൾ ഇതിനാണ് കൂടുതൽ ബലം കാണുന്നത്. ഈ റിവായത്ത്, അതായത് ഈ പറഞ്ഞ കാര്യം, ഈ പ്രവാചകന്റെ അനുചരന്മാരായിട്ടുള്ളവരാണ് ഈ ബദർ യുദ്ധത്തിന് പോയിട്ടുള്ളവര്. ബദർ യുദ്ധത്തിൽ പോയവരെല്ലാം ഈ മുഹമ്മദിന്റെ അനുചരന്മാരാണ്, സഹാബികളാണ്. എന്നിട്ട് അവരെ വിളിക്കുകയാണ് കപട വിശ്വാസികൾ. ബദറിൽ പങ്കെടുത്തവരാണ് ഇത് പറഞ്ഞത്. ബദർ കൊള്ളയിൽ പങ്കെടുത്തവര് പറഞ്ഞിട്ട് ആ പറഞ്ഞവര് മുഹമ്മദിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് മക്ക മുശ്രിക്കുകളെ കൊന്നവരാണ്. അവരാണ് പറഞ്ഞത് ഇയാള് ചുവന്ന തുണി മോഷ്ടിച്ചു. പുതപ്പെന്നൊക്കെ മലയാളത്തില് എഴുതി വെച്ചിരിക്കുക. ചുവന്ന തുണി, ഇത് ചുവന്ന തുണി യഹൂദന്മാരുടെ ഒരു സ്പെഷ്യൽ ആയിട്ട് വെൽവെറ്റ് തുണി, അത് കോണകം പോലെ ഉപയോഗിക്കുന്ന തുണിയാണ്, അത് കമ്പിളിയൊന്നുമല്ല. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ ബ്രദറെ. ഞാനൊന്ന് അതായത് ഇടയ്ക്ക് കയറിയത് ക്ഷമിക്കുക. പക്ഷെ ഈ മുസ്ലിക്കുകളെന്ന് അവരെ പറഞ്ഞത് കപട വിശ്വാസികളെന്ന് ആരെയായി പറയുന്നത്? ഇവന്മാർക്ക് തോന്നുമ്പോ എല്ലാരും കപട വിശ്വാസിയാകും. അതിന്റെ രസം എന്താ വെച്ചാൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ബദർ യുദ്ധത്തിൽ ഈ വിശ്വാസികളെ, അന്നേരം വിശ്വാസികൾ എന്നാണ്, നിങ്ങളെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് മുഹമ്മദ് ഈ കപട വിശ്വാസികൾ വിളിക്കുന്ന ഇവരെ തന്നെയാ. അപ്പോ ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ 3:161 അതാണ് ഈ കളവ്. മുഹമ്മദ് ഈ തുണി കളവ് ചെയ്തു എന്ന് പറയുന്നതിന്റെ ആ ഒരു വേഴ്സ് അതാണ്. അത് 3:161. ഒരു പ്രവാചകനും വല്ലതും വഞ്ചിച്ചെടുക്കുക എന്നത് ഉണ്ടാകാവുന്നതല്ല. വല്ലവനും വഞ്ചിച്ചെടുത്താൽ താൻ വഞ്ചിച്ചെടുത്ത സാധനവുമായി ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവൻ വരുന്നതാണ്. അനന്തരം ഓരോ വ്യക്തിക്കും താൻ സമ്പാദിച്ചു വെച്ചതിന്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടും. അവരോട് അനീതിയും കാണിക്കപ്പെടുന്നതല്ല.
ഓക്കെ. ഈ ഈ വാക്യം എഴുതാനുള്ള കോണ്ടെക്സ്റ്റ് ഇവിടെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വേഴ്സ് ഒക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വരുന്നത്. മുഹമ്മദിനെ രക്ഷിക്കാനാണ് ബഹുഭൂരിപക്ഷം ആയത്തുകളും വന്നേക്കുന്നത്. പുള്ളിക്കാരൻ വ്യഭിചാരം ചെയ്താൽ അത് വ്യഭിചാരം അല്ലാതെ ആക്കാനായിട്ട്, പുള്ളി പെണ്ണിനെ പിടിച്ചാൽ അത് പെണ്ണുപിടി അല്ലാതെ ആക്കാനായിട്ട്, ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഈ വഹി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇപ്പൊ ഇവിടെ കളവ് നടത്തി അത് കളവല്ല എന്ന് പറയാനായിട്ട്. എനിവേ അത്രയൊക്കെ ഉള്ളു. പിന്നെ അതിന്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് ഓക്കെ. എക്വിപ്മെന്റ് എനിക്കൊരു മിനിറ്റ് തരുമോ? ഒരു മിനിറ്റ് ഇതൊന്ന് വായിച്ചു കഴിഞ്ഞോട്ടെ ബ്രദറെ. രണ്ടിലേതായാലും നബി ഗനീമത്ത് സ്വത്തുക്കൾ ശരിക്ക് കൈകാര്യം ചെയ്തിരിക്കുകയില്ലെന്നോ നീതിപൂർവം എല്ലാവർക്കും ഭാഗിച്ചു കൊടുക്കുകയില്ലെന്നോ ആരും സംശയിച്ചു കൂടാ. ഒരു പ്രവാചകനും അങ്ങനെ ചെയ്യുകയില്ല എന്നാണ് ആയത്തിന്റെ താല്പര്യം. ഓക്കെ. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ് ആണ് ഇവിടെ. ഒന്ന്, ഇദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ വരെ സംശയിച്ചു. അതായത് തന്റെ സ്വന്തം കൂടെ നടക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ പോലും അദ്ദേഹത്തെ കുറിച്ചൊരു ശരിയായ അഭിപ്രായം ഇല്ല എന്നുള്ളത് ഒരു വളരെ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? കൂടെ നടന്നവർക്ക് പുള്ളിനെ സംശയമാണ്, ഇദ്ദേഹമാണ് കട്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. എന്നിട്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട് അള്ളാഹുവിന് ആയത്തിറക്കേണ്ടി വന്നു. എന്തൊരു ഗതികേടാ നോക്കി. അതായത് ഈ പുള്ളി ഞാനിത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കത്തില്ല. പക്ഷെ അത്രയും വിശ്വസനീയത ഇല്ലെന്ന് ചുരുക്കം. മുഹമ്മദ് പറഞ്ഞാൽ വിശ്വസിക്കാൻ ജനങ്ങൾക്ക് സാധിക്കത്തില്ല. പിന്നെ അത് അള്ളാഹുവിന്റെ പേരും പറഞ്ഞെങ്കിലേ അള്ളാഹുവിന് ഒരു പണിയില്ല. മുഹമ്മദ് നടത്തിയ കളവുകള്, പെണ്ണുപിടി, ഇതിനെയൊക്കെ ഇങ്ങനെ ഇതിനിങ്ങനെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇല്ല, എന്റെ ദൂതൻ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ മുഹമ്മദ് ഇങ്ങനെയല്ല, എന്റെ റസൂൽ ഇങ്ങനെയല്ല, നിങ്ങൾ പറയുന്ന പോലത്തെ റസൂലേ അല്ല എന്റെ റസൂൽ ഏതാണ്ട് വലിയ നൂലാ, അത് റസൂലല്ല, അത് വേറെ ഏതോ നൂലാ. അല്ല, എന്തുകൊണ്ടാണ് അള്ളാഹു ഇന്ന ആളാണ് മോഷ്ടിച്ചതെന്ന് പറയാഞ്ഞത്? അതാണല്ലോ ഇവിടുത്തെ മെയിൻ. അള്ളാഹുവിന് അറിയാമല്ലോ ആരാ മോഷ്ടിച്ചതെന്ന്. മോഷണം നടന്നു, മോഷ്ടിച്ചത് ആരാന്ന് അള്ളാഹുവിന് അറിയാം. അതങ്ങ് പറഞ്ഞ പോലെ എടുത്തോ. എന്തെല്ലാം കാര്യങ്ങള് മുഹമ്മദിന് അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സിസ്റ്ററെ, അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ, സത്യം പറഞ്ഞ അപ്പൻ പട്ടികൾക്ക് ചെല്ലും, പറഞ്ഞില്ലെങ്കിൽ അപ്പൻ അമ്മയെ കൊല്ലൂന്ന് പറഞ്ഞല്ലേ. പറഞ്ഞാൽ മുഹമ്മദാന്നുള്ള മനസ്സിലാവില്ല, അതുകൊണ്ട് മിണ്ടാണ്ടിരുന്നാ. എക്വിപ്മെന്റ് എനിക്കൊരു മിനിറ്റ്. പറയൂ ബ്രദറെ. ഇനി നമ്മൾ വേറെ, എനിക്ക് തോന്നുന്നില്ല വീരുവിന് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചെറിയ സെഷൻ ചെയ്യാം. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു ചെറിയ കമന്റ് ആണെങ്കിൽ പറയൂ ബ്രദറെ, എന്നിട്ട് പിന്നെ ഞാനൊരു സെഷൻ ചെയ്യാം. പിന്നെ കുറെ നേരം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുക. അപ്പൊ പിന്നെ അതല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ദിവസം ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇന്ന് തന്നെ നടക്കട്ടെ. വീരു ഒരു 30 സെക്കൻഡ് എടുക്കാം, എന്തെങ്കിലും പറയാൻ പറ, എന്നിട്ട് പിന്നെ മൈക്ക് എടുക്കല്ലേ. ഞങ്ങളുടെ നാട്ടിൽ 60 സെക്കൻഡാ. ഓക്കെ. പിന്നെ ലീ സിസ്റ്റർ എന്നെ പറ്റി എന്ത് പറഞ്ഞ ഞാൻ പൊട്ടനോ? അതിൽ താഴെ വല്ല വാക്കുകൾ എനിക്ക് മലയാളത്തിൽ അറിയില്ല, അതിന്റെ താഴെ വരാം. എനിക്ക് മലയാളം വായിക്കാനും അറിയാമുള്ള, എഴുതാനും അറിയാമുള്ള ഒരു മണ്ണാങ്കട്ടെ എനിക്കറിയില്ല. എനിക്ക് ഈ ലോകത്ത് മലയാളം മാത്രമല്ലല്ലോ ഉള്ളൂ, പല ഭാഷയുണ്ടല്ലോ. അത് എന്നെ വിട്ടേരെ. ഞാൻ നിങ്ങൾ പറയുന്ന വാചകങ്ങളിലൊക്കെ താഴെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിന്റെ താഴെ നിൽക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ വളച്ചൊടിച്ചു. ഈ വളച്ചൊടിക്കലിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്നെ വിട്ടേരെ. ഞാൻ ഒരു വിവരമില്ലാത്ത ആളായിട്ട് കൂട്ടിക്കോ. എന്നെ നിങ്ങൾ വിട്ടേരെ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒരു കാര്യം ചോദിക്കുക, ആ കാര്യം തീർന്നതിന് ശേഷം അടുത്ത കാര്യത്തിലേക്ക് പോകാം. നിങ്ങൾ 2 3 ഒന്നിച്ച് കൂട്ടിക്കെട്ടുമ്പോഴാണ് എനിക്ക് കൂട്ടിയാൽ കൂടില്ലാത്തത്. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ആരോഗ്യപരമായ ചർച്ചയ്ക്കാണെങ്കിൽ ഞാൻ റെഡിയാണ്. ഓക്കെ. വീരുവിനെ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. വീരുവിനെ ഞങ്ങളുടെ റൂമിൽ നിങ്ങൾ സ്പീക്കർ പാനലിൽ ഇരുത്തിയേക്കുന്നത് താങ്കളെ വ്യക്തി എന്ന നിലയിൽ, വീരു എന്ന വ്യക്തി എന്ന് പറയുന്നത്, ഞങ്ങൾ താങ്കളെ ബഹുമാനിക്കുന്നു, ഞങ്ങൾ താങ്കളെ സ്നേഹിക്കുന്നു. നിങ്ങളെ വേറൊരു രീതിയിലും താങ്കളുടെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലോ താങ്കളുടെ സമ്പത്തിന്റെയോ ഞാൻ പറഞ്ഞു ലോ ഐക്യു ആണെന്ന് പറഞ്ഞിട്ടുള്ളത് സത്യമാണ്. വേറൊന്നും പറഞ്ഞു.
അല്ല അത് എന്ന് ജോലി ആ എന്താണെന്ന് ഒരു എനിക്കറിയണം അടിസ്ഥാനത്തില് സിസ്റ്ററെ. ഇനി വീരു മൈക്കെടുക്കല്ലേ, ഞങ്ങൾ പറയട്ടെ. അതായത് ഞങ്ങൾ എങ്ങനെയാണ് വീരുവിനെ കാണുന്നതെന്ന് പറയാം. ഇപ്പൊ താങ്കളെ ഇവിടെ ഞങ്ങൾ ഇരുത്തിയിരിക്കുന്നത് താങ്കളുടെ എത്ര വിദ്യാഭ്യാസമുണ്ട്, പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ലയോ, മലയാളം വായിക്കാൻ അറിയില്ലയോ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല. താങ്കൾക്ക് ഞങ്ങൾ ആദരവും താങ്കൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾ താങ്കളെ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, ഞങ്ങൾ ഇവിടെ എതിർക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ആശയങ്ങളെ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് വീരു അങ്ങനെ ഒരു എന്നെ നുള്ളി പിച്ചി മാന്തി എന്ന് പറഞ്ഞ ആ ഒരു ഇരവാദം മുഴക്കാതിരിക്കും ബ്രദറെ. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, സോ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വീരു എന്ന താങ്കളെ ഞങ്ങൾ സ്നേഹിക്കുന്നു, വീരു എന്ന താങ്കളെ ഞങ്ങൾ ആദരിക്കുന്നു. പക്ഷെ ഇസ്ലാമിനെ ഞങ്ങൾ എതിർക്കുന്നു. ഓക്കെ, വീരുവിനെ അല്ല എതിർക്കുന്നത്. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ബ്രദറെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീരു അതിന് സമ്മതിക്കില്ല. വീരു ആശയത്തെയാണ് സ്നേഹിക്കണത്, ആശയം വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോ താങ്കൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, താങ്കൾ പഠിച്ചിട്ട് വരണം. ഓക്കെ, അപ്പൊ താങ്കൾ പഠിക്കാതെ വരുമ്പോഴാണ് താങ്കൾക്ക് ആശയത്തെ ഒരു മിനിറ്റ് ബ്രദറെ, ഒരു മിനിറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ താങ്കൾക്ക് പഠിച്ചിട്ട് വരണം. ഈ പഠിച്ചിട്ട് വരുമ്പോ പഠിച്ചിട്ട് വന്നവരെ പോലെ സംസാരിക്കണം. ഈ ഞാൻ ആശയത്തെ ഡിഫെൻഡ് ചെയ്യാം, ഇസ്ലാമിന് ഇപ്പോ പിടിച്ചു നിർത്താം എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ഞങ്ങൾ ചോദിക്കുമ്പോൾ താങ്കൾക്ക് പിന്നെ ഇല്ല പറയാനായിട്ട് വരത്തില്ല. അപ്പൊ താങ്കൾ പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും. അപ്പോഴാണ് പിന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്, ബ്രദറെ പഠിച്ചിട്ട് വാ. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പഠിക്കാത്ത വ്യക്തി പഠിപ്പിക്കാൻ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പില്ലാത്ത ഒരു ക്ലാസ് ടീച്ചറുടെ ക്ലാസ്സിലേക്ക് നിങ്ങളുടെ കുഞ്ഞിനെ പഠിക്കാനായിട്ട് വിടുവോ? ഇല്ല, ആരും ചെയ്യില്ല. ഓക്കെ, അപ്പോ ഈ ഒരു ടീച്ചർ ആണെങ്കിൽ ടീച്ചറിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഒരു യോഗ്യതയുണ്ട്, പഠിപ്പിക്കാൻ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അതനുസരിച്ച് നമ്മൾ വിടത്തുള്ളൂ. ഇപ്പൊ ഒരു സ്കൂൾ തുടങ്ങി, ആ സ്കൂളിലെ സത്യം ആര് ടീച്ചർമാരൊക്കെ പറഞ്ഞാലും സത്യം തന്നെ. ഒരു മിനിറ്റ്, 10ാം ക്ലാസ് ഫെയിൽ ആണെങ്കിൽ ആ സ്കൂളിലേക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടത്തില്ല. എല്ലാവരും BEd കഴിഞ്ഞതും MEd എടുത്തവരുടെയൊക്കെ എടുത്തോട്ടേ വിടത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ താങ്കളുടെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഇസ്ലാമിനെ പിടിച്ചു നിർത്തണം എന്നുള്ള ആഗ്രഹം, അത് നല്ലതാണ്. താങ്കൾ അതിനുവേണ്ടി നന്നായിട്ട് ഇസ്ലാം പഠിക്കുക. ഇസ്ലാം അറിയാം എന്ന് ചിന്തിച്ച്, എനിക്ക് ഇസ്ലാം അറിയാം, ഞാൻ ഇസ്ലാമിന്റെ ഏതാണ്ടൊക്കെ ആണെന്ന് കുറെ പണ്ഡിതന്മാരൊക്കെ ചിന്തിച്ച് ഇവിടെ സ്റ്റേജൊക്കെ കെട്ടി കുറെ പേര് നടന്നുകൊണ്ടിരുന്നു. ഇപ്പൊ അവരൊക്കെ വടിയും കൂടെയൊക്കെ മടക്കി സ്റ്റേജൊക്കെ കെട്ടി മടക്കി എല്ലാം തട്ടുംപുറത്ത് കയറ്റി. ഇനി വീരുവിനെ പോലെ ഉള്ളവരിലൊക്കെയാണ് മുസ്ലിങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിച്ചു നിങ്ങളും ഇതുപോലെ സ്റ്റേജൊക്കെ കെട്ടണം. നിങ്ങൾ സ്റ്റേജൊക്കെ കെട്ടണം, ഞങ്ങൾ അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഇതുപോലെ സ്റ്റേജൊക്കെ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ വീരു? ആ സ്നേഹ സംവാദം എന്നുള്ള ആ സ്റ്റേജൊക്കെ കണ്ടിട്ട് കാണാൻ കൊതിയാവുന്നുണ്ട്. നിങ്ങൾ ഈ സ്പീക്കർ പാനലിൽ ഇരിക്കുന്നവർക്ക് ആ സ്റ്റേജ് കാണാൻ ഇനിയും ആഗ്രഹമില്ലേ? ഇനി പിന്നെ ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും ആഗ്രഹം എനിക്ക് ഒരു സെക്കൻഡ് വീരുവിനോട് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, ഇവിടെ ഇരുന്നിട്ട് തക്കിയ വെറുതെ പറയണ്ട. എനിക്ക് ഭാഷ ഒന്നും അറിയില്ല, മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, നിങ്ങളെക്കാൾ ഈ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഈ റൂമിൽ കയറി ഇരുന്നിട്ട് ഭയങ്കര ബിസിയാണ്, ജോലിയിലാണെന്ന് പറഞ്ഞിട്ട് ഈ ചാറ്റ് മുഴുവൻ സ്പാം ആക്കുകയാണ്. ഈ റൂമിൽ മാത്രമല്ല, ഞാൻ പല റൂമിലും കണ്ടിട്ടുണ്ട് നിങ്ങളെ താക്കീത് ചെയ്യുന്ന. എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അതൊരു ഇരവാദം, അതൊരു ഇല്ലില്ല, സാധാരണ എന്നാലും വേറൊന്നുമില്ല. ഒരു സ്പാമിങ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഒരു മര്യാദ. അതൊരു മര്യാദയല്ല. എന്തെങ്കിലും കാര്യകാരണമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവര് അതിനെപ്പറ്റി വീരുവിനെ അല്ലാതെ വേറെ ആരെങ്കിലും ചാറ്റിൽ എഴുതുന്നവരെ പറ്റി നമ്മൾ പറയുന്നു. അണ്ണാർക്കണ്ണന് തന്നാലായെന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചാറ്റിൽ എഴുതേണ്ടതുണ്ട്. ഇതിന് മാമച്ച ഒരു പണി ചെയ്യാം. വീരു കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ. പുള്ളിക്കാരൻ അങ്ങനെ വലിയ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല എങ്കിലും പഠിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി ഡിഫെൻഡ് ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ കുറച്ചു നേരം അതാ ഞാൻ പറഞ്ഞ, ഈ പഠിപ്പിക്കണേന് മുമ്പ് പഠിക്കണം ബ്രദർ, അല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ് വിഷയം, അതാണ്. ഓക്കെ, നിങ്ങൾ പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പഠിപ്പിക്കണം, നിങ്ങൾ സ്റ്റേജ് കെട്ടണം, നിങ്ങൾ സ്നേഹ സംവാദം നടത്തണം, നിങ്ങൾ ഇവിടെ വരണം, ഇതെല്ലാം ചെയ്യണം. ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങളുടെ സ്പീക്കർ പാനൽ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് തന്നിരിക്കുകയല്ലേ. അതെ, അപ്പൊ അതൊന്ന് നോക്കാം. നമുക്കത് നോക്കിയാലോ? ഒരു മിനിറ്റ്, നമുക്ക് ഈ വീരുന്ന് മാറിയിട്ട് ഒരു ചെറിയ ക്ലാസ്സിലേക്ക് പോയാലോ? ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീരു തന്റെ എതിരഭിപ്രായം പറയട്ടെ. വീരുവിനെ പറ്റിയിട്ട് ഒരു വാക്ക് പറഞ്ഞോട്ടെ.
കുറെ കാലങ്ങളായിട്ട് നമ്മുടെ റൂമിന്റെ താഴെ വന്നിരുന്ന എല്ലാം ക്ഷമയോടുകൂടി കേൾക്കുന്ന ഒരു സഹോദരനാണ്. അപ്പൊ ആർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണ് വീരുവിനും ഉള്ളത്. അതായത് അദ്ദേഹം വലിയ സ്വർണ്ണക്കട്ടയാണെന്ന് കരുതി പോന്ന ഒരാളുടെ തനി സ്വരൂപം പുറത്തേക്ക് വരുമ്പോ ഉണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നം. അപ്പൊ നമ്മൾ ആ രീതിയിൽ അദ്ദേഹത്തെ കാണണം. ഒരു രോഗിയാണ് എന്നൊക്കെയുള്ള ആ രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് സഹതാപം